എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് നോക്കിയാൽ അറിയാം ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളു കൊള്ളയായിരുന്നു എന്നുള്ളതറിയാം. അതുകൊണ്ടായിരിക്കും ഉള്ളി എന്നൊക്കെ പുള്ളി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും 23-ന് അറിയാം. അല്ല, ഇതില് മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് പാലിക്കേണ്ട ചട്ടമോ നിയമമോ പാലിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കിയത്. ഇരട്ട വോട്ടുള്ള ഹരിദാസിനെ തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ കൊള്ളിച്ചു CPM-ന്റെ അണികളെ നേതാക്കൾ. ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല. ഇവർ തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെന്റാണ്. ഹരിദാസ് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു 100 പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തുകയറും. നിങ്ങൾ കണ്ടതല്ലേ? ഇത് ആദ്യം മുതൽ ഇതല്ലേ? കോൺഗ്രസിനെ ആക്രമിക്കുക, UDF-നെ ആക്രമിക്കുക. അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ലീഗിനെ ആക്രമിച്ചു, UDF-നെ ആക്രമിച്ചു, പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസംഗിക്കാനല്ലേ ഇവിടെ വന്നത്? അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവര്, ഭൂമി നഷ്ടപ്പെട്ടവര് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരടുത്ത് എന്താ മറുപടി കൊടുത്തത്? ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ്. 2 പേരും പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ, അവർക്ക് പുകമറ ആവശ്യമുള്ളൂ. ഞാൻ കരുതി ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുകമറി വിവാദമൊക്കെ അവസാനിപ്പിക്കും. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിലെ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന 2 പേരും നടത്തിയിരിക്കുക. അക്കാര്യത്തിലും വരുന്ന മഴ കഴിഞ്ഞിട്ടും മരം പെയ്യാന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ 2 ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 2 പേരും ഒന്നായിട്ട് പ്രചരണം നടന്നാണ് കണ്ടത്. ഇവർ പറയുന്ന 3-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നുന്നു 2 പേരും. ഇവർ 2 പേരും 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ്. UDF-ന്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകിട വ്യത്യാസം വന്നിട്ടില്ല. മാത്രമല്ല, ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് ഇലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, അതിന്റെ ഇരട്ടി അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12,000-ന് മീതെ UDF ഭൂരിപക്ഷം നേടും. നിങ്ങൾ എഴുതി വെച്ചോ, പാലക്കാട് നഗരസഭയിൽ UDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും. അദ്ദേഹത്തിന് ചോദിക്കണം. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേ, കേരളത്തിൽ സമീപ ഭാവിയിൽ RSS പശ്ചാത്തലമുള്ള ഒരു BJP-യുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളതുകൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാ? ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എന്തെല്ലാമാണ് AK ബാലനും MP രാജേഷും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത്. എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, പൊതു സമൂഹത്തിലുണ്ട്? ഏറ്റവും നല്ല കേഡറാണെന്ന് പറഞ്ഞ ആളല്ലേ MP രാജേഷ്? ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണെന്ന സർട്ടിഫിക്കറ്റ് ചാടിക്കേറി 24 മണിക്കൂറിൽ കൊടുത്തവരല്ലേ? അവരല്ലേ ഈ പരസ്യം മുഴുവൻ കൊടുത്തത്? ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരാൾ BJP-യിലേക്ക് ചേർന്നാൽ കേരളത്തിലെ നവമാധ്യമ രംഗത്ത് CPM ചെയ്തത് എന്താ ചെയ്ത്? കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക. കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, ഇതുപോലെ മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തിയ ആ പാർട്ടിയുടെ വക്താവായ ആൾ മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങളാണ്, അതിനു മുമ്പിൽ ഞങ്ങളാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു വാക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും വളച്ചൊടിച്ച് വ്യാജമായിട്ടുണ്ടാക്കി കയ്യിൽ നിന്ന് കാശെടുത്ത് പത്രത്തിൽ കൊടുത്ത് വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചു. ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരം. ഇതുപോലെ തന്നെ വേറൊരു അജണ്ടയാണ്. ഇവർ നേരത്തെ കൂട്ടി അജണ്ട തയ്യാറാക്കിയിരുന്നു. തൃശ്ശൂർ പോലെ ഒരു അട്ടിമറി ഇവർ 2 കൂടെയും അവിശുദ്ധ ബാന്ധവം നടത്തി. ആ അവിശുദ്ധ ബാന്ധവം നേരത്തെ തിരിച്ചറിഞ്ഞ് തുടക്കം മുതലേ അതിനെതിർത്ത് ശക്തമായി നേരിട്ടത് UDF ആണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുലുക്കുമില്ല. ഇതിന്റെ നഷ്ടം ഇരുചേരിയിലുണ്ടാവും. അത് എത്രമാത്രം നഷ്ടം, എത്രമാത്രം ആളപായം BJP-യിലും CPM-ലും ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം.